ഹായ് ഓൾ, ഞാൻ ബ്രജിൻ. IIC ലക്ഷ്യ സ്കൂൾ പ്ലസിന്റെ കൊമേഴ്സ് ഫാക്കൽറ്റിയാണ്. SLC റിസൾട്ടിന് ശേഷം നിങ്ങളുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിൽ നിങ്ങൾ എത്തി. എന്താണ് ആ പ്രധാനപ്പെട്ട തീരുമാനം? +1 കൊമേഴ്സ് ചൂസ് ചെയ്തത്. കൺഗ്രാറ്റുലേഷൻസ്. +1 കൊമേഴ്സിൽ പ്രധാനമായും നമുക്ക് 6 സബ്ജക്ട്സ് ആണ് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ് ആ 6 സബ്ജക്ട്സ് നമുക്ക് നോക്കിയാലോ? ഫസ്റ്റ് സബ്ജക്റ്റ് ആയി വരുന്നത് ഇംഗ്ലീഷ്. സെക്കൻഡ് സബ്ജക്റ്റ് ആയി വരുന്നത് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടുള്ള മലയാളമോ അറബിക്കോ ഹിന്ദിയോ ചൂസ് ചെയ്യാം. തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ആണ് കൊമേഴ്സിന്റെ എസെൻസ് എന്നറിയപ്പെടുന്നത്. ഏതൊക്കെയാണത്? ഫസ്റ്റ് അക്കൗണ്ടൻസി, നെക്സ്റ്റ് ബിസിനസ് സ്റ്റഡീസ്, നെക്സ്റ്റ് എക്കണോമിക്സ്. ലാസ്റ്റ് സബ്ജക്റ്റ് ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ അപ്ലിക്കേഷനോ പൊളിറ്റിക്കൽ സയൻസോ മാത്സോ ചൂസ് ചെയ്യാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്ട്സ് ആണ് നമ്മുടെ സബ്ജക്ട്സ് ബിസിനസ് സ്റ്റഡീസ്. ഭാവിയിൽ നമ്മളിൽ പലരും മുകേഷ് അംബാനിയെ പോലെ, MA യൂസഫ് അലി സാറെ പോലെ ആവാൻ ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും. ബിസിനസിന്റെ ആദ്യാക്ഷരങ്ങൾ പഠിക്കുന്നത് +1 കൊമേഴ്സിൽ നിന്നാണ്. +1 കൊമേഴ്സ് സ്ട്രീമിൽ +1 ബിസിനസ് സ്റ്റഡീസിൽ പ്രധാനമായും 12 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ് ആ 12 ചാപ്റ്റേഴ്സ് എന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടാലോ? ഫസ്റ്റ് ചാപ്റ്റർ ആണ് ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ്. സെക്കൻഡ് ചാപ്റ്റർ ആണ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. നെക്സ്റ്റ് പ്രൈവറ്റ്, പബ്ലിക് ആൻഡ് ഗ്ലോബൽ എന്റർപ്രൈസസ്. നെക്സ്റ്റ് ചാപ്റ്റർ ബിസിനസ് സർവീസസ്. നെക്സ്റ്റ് ചാപ്റ്റർ എമർജിംഗ് മോഡ് ഓഫ് ബിസിനസ്. നെക്സ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് എത്തിക്സ്. നെക്സ്റ്റ് ചാപ്റ്റർ formation of a company. Next, sources of business finance. Next, small business. Next, internal trade. Next, international business first and second. ഇതിൽ ആദ്യ ചാപ്റ്റേഴ്സ് ബിസിനസ് സ്റ്റഡീസിന്റെ ആദ്യാക്ഷരം കുറിക്കുന്ന ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ്. എന്താണ് ബിസിനസ്? നമ്മൾ കേൾക്കാത്ത ടേമാണോ ബിസിനസ്? അല്ല അല്ലേ? എന്താണ് ബിസിനസ് എന്നുള്ളത് നമുക്ക് വളരെ ഷോർട്ടായിട്ടൊന്ന് നോക്കിയാലോ? Any investment opportunity that can be aimed to achieve a return in the form of profit. പേടിക്കേണ്ട, ലാഭം എന്ന രൂപത്തിൽ പ്രതിഫലം ലഭിക്കുന്ന ഏതൊരു നിക്ഷേപ അവസരങ്ങളെയും നമുക്ക് ബിസിനസ് എന്ന് വിളിക്കാം. ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ബിസിനസ്, ബിസിനസിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, ബിസിനസ് ആക്ടിവിറ്റിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ബിസിനസ്സും പ്രൊഫഷനും എംപ്ലോയ്മെന്റും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ്, ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒരു ബിസിനസ് ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട റിസ്ക് അഥവാ അപകട സാധ്യതകൾ എന്തൊക്കെയാണ്. ഇങ്ങനത്തെ ബേസ് ആയിട്ട് ഒരാൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന ചാപ്റ്റർ essay ചാപ്റ്റർ ആയിട്ട് വരാറുള്ളതാണ്. ബിസിനസ് സംഘടനകളുടെ വിവിധ രൂപങ്ങൾ. ഈ ചാപ്റ്റേഴ്സിൽ പ്രധാനമായും 5 ബിസിനസ് രൂപങ്ങളെ പറ്റി പഠിക്കാനുള്ളതാണ്. ഇതൊക്കെ നമ്മൾ കേട്ടും അറിയാവുന്നതുമായിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് അല്ലെ? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ ഇങ്ങനെ ഓരോ ചാപ്റ്റേഴ്സും വളരെ സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ട് ഏറ്റവും സിമ്പിൾ മെത്തേഡിൽ നമുക്ക് പഠിച്ചെടുക്കാം. നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. ധൈര്യമായിട്ടിരിക്കുക. ലക്ഷ്യ സ്കൂൾ പ്ലസ് ടീം തുടർന്നുകൊണ്ടേയിരിക്കും. ബൈ.